അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് കൂറ്റൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി MLA AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തി ഏറ്റെടുത്ത കെൽ, DTPC, ടൂറിസം വകുപ്പ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇതാണ് ഈ ഒരു കോടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ മുകളിൽ ഫെസിലിറ്റി സെന്റർ വരും, ഫുഡ് കോർട്ട് വരും, കംപ്ലീറ്റ് വാക്ക് എവിടെ വരും, ഇതിന്റെ കംപ്ലീറ്റ് വാക്ക് വേ. ഈ വാക്ക് വേ ഇങ്ങനെ കയറി ഇപ്പുറം കയറി ഇങ്ങനെ നടപ്പാത എല്ലാം കൊണ്ടുവന്നിട്ട് സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. ഇത് സിപ്പ് ലൈൻ ഉണ്ട്. അതിൽ ചെറിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഒന്നുകൂടി സർവേ ചെയ്തിട്ട് ഇവിടെയാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടേക്ക് ഇറങ്ങാം. ഇത് അറൌണ്ട് 300 മീറ്റർ സിപ്പ് ലൈൻ ആയി. സിപ്പ് സൈക്ലിങ്ങും കൊണ്ടുവരാൻ പറ്റും. സ്നോക്ലിംഗ് കൊണ്ടുവരാം. പിന്നെ ടെന്റ് ഉണ്ട്. ടെന്റ് ബെഡ് കൊണ്ടുവന്നിട്ട് ഡോം കൊണ്ടുവന്നിട്ട് ഒരു 6 അക്കോമഡേഷൻ അതിയൊന്നും എടുക്കാം. അത് ഇവിടെ മാനേജ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്ന് താമസിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, യൂത്തന്മാർക്കും കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യാം. ഇവിടെ ഇതിന്റെ പകുതി നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് പാർക്കിംഗ് ഈ പോണ്ട് എന്തായാലും നിർത്തണം. ഇവിടെയാണ് വെള്ളം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ പകുതി കുറച്ച് കൂടെ എടുക്കുന്നുണ്ട്. 30% കൂടി പാർക്കിങ്ങിന് മഴക്കാലത്ത് മാസ്കരേട്ടതിലും നടത്തിച്ചിനി അല്ല, അതിന്റെ കാര്യം നോക്കണം. അല്ല, റവന്യാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അതാണ് ഞാനവിടെ. 2023 നവംബർ 30 വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ മുൻ പഞ്ചായത്ത് അംഗം KP ഭാസ്കരൻ നൽകിയ അപേക്ഷയിൽ സർക്കാർ 7 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. തിരുവാലി വില്ലേജിൽപ്പെട്ട 14 ഏക്കറോളം വരുന്ന സ്ഥലം സർക്കാരിന്റെ കൈവശത്തിലുള്ളതാണ്. ഇതാകട്ടെ പൂർണ്ണമായും കരിങ്കൽ പാറയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കരിങ്കൽ ഖനനം നടത്തിയിരുന്നു. പിന്നീട് ഇത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ 7ഓളം തടാകങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുനമ്പുകൾ തുടങ്ങിയവ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവ ഉപയോഗപ്പെടുത്തി ഫെസിലിറ്റേഷൻ സെന്റർ, പെഡൽ ബോട്ടിംഗ്, ഡ്രസ് ലോക്കർ, ടെന്റ്, മോണിറ്ററിംഗ് സെന്റർ, വ്യൂ പോയിന്റ്, ഫുഡ് കോർട്ട്, ബാൽക്കണി, പവലിയൻ, പാർക്ക്, ഫിഷിംഗ് പോയിന്റ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഗ്ലാസ് പാലം, ആകാശ സൈക്ലിംഗ്, വാട്ടർ സ്പോർട്സ്, റോപ്പ് ക്ലൈംബിംഗ് തുടങ്ങിയവയും ആരംഭിക്കുന്നതിനാണ് പരിപാടി. പദ്ധതി സാധ്യമാകുന്നതോടെ നടുവത്ത് പ്രദേശത്തിനും തിരുവാലി പഞ്ചായത്തിനും തന്നെ വൻ നേട്ടമായിരിക്കും. നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂറ്റൻപാറ ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ടെൻഡർ ചെയ്ത കെല്ലിൻ്റെ ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത്. അടുത്ത് തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 14 ഏക്കർ വരുന്ന സ്ഥലത്താണ് പിന്നെ കുട്ടികളുടെ പാർക്ക്, അതുപോലെ തന്നെ പടൽ ബോട്ടിങ്, പിന്നെ ടെൻറ്റ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ തിരുവാലി പഞ്ചായത്തിൻ്റെ വണ്ടൂരിൻ്റെയും വികസനം വളരെ നല്ല രീതിയിൽ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ MLA, വൈസ് പ്രസിഡന്റ്, മറ്റ് ആളുകളൊക്കെ ഈ സ്ഥലം സന്ദർശിച്ചു. അതുപോലെ തന്നെ DTPCൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ടൂറിസം വകുപ്പിൻ്റെ എംപാനൽ എഞ്ചിനീയർ റഷീദ് സാർ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും ഇന്ന് വന്ന് നോക്കി, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നോക്കി. അവരൊക്കെ നല്ല തൃപ്തിയോടുകൂടി ഉടനെ തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലും ലഭിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമൻകുട്ടി, DTPC സെക്രട്ടറി വിപിൻ ചന്ദ്രൻ, ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ, കെൽ എഞ്ചിനീയർമാരായ P. മിഥുൻ, റാഷിദ്, ടൂറിസം വകുപ്പ് എംപാനൽ എഞ്ചിനീയർ PC റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീബ്, KP ഭാസ്കരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK ഷിനിമോൾ, K. ജയേഷ്, P. നാരായണൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവാലി. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.